സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ശ്രദ്ധാകേന്ദ്രമായി വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച സംഘനൃത്തം അപ്രതീക്ഷിതമായി ഇരച്ചെത്തിയ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലും ദുരന്തത്തെ അതിജീവിക്കുന്ന നാടിന്റെയും സന്ദേശമാണ് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ ഉദ്ഘാടന വേദിയിൽ എത്തിച്ചത്. സ്കൂൾ കലോത്സവം അതിജീവനത്തിന്റേത് കൂടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു നാടിനെയും അവിടത്തെ ആകെ പ്രതീക്ഷകളെയുമാണ് അന്നു മരണം മലയിറങ്ങി നാമാവശേഷമാക്കിയത്. കുഞ്ഞു സ്വപ്നങ്ങളും വെള്ളാർമലയിലെ സന്തോഷങ്ങളും ചിന്നിച്ചിതറി. ഒന്നു തേങ്ങാൻ പോലും പുന്നപ്പുഴയുടെ തീരത്തൊന്നും ബാക്കി വെച്ചില്ല. ചിരിമറന്ന കുരുന്നു മുഖങ്ങളെ വീണ്ടെടുക്കാൻ അധ്യാപകരുടെ കഠിന പ്രയത്നം. ശൂന്യതയിൽ നാടിനൊരു കൈതുന്നി അതിനെ ഉള്ളം കൈയിൽ ചേർത്തുവെച്ച് വീണ്ടും പിച്ചവെക്കാൻ പഠിപ്പിച്ചു കുട്ടികളും. അതായത് ഇവരുടെ മനസ്സിലുണ്ടായ മുറിവ് ചെറുതല്ലല്ലോ. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ചേഞ്ച് ആയിരുന്നു ഇത്. ഇവരെല്ലാം ഫ്ലഡ് അഫക്റ്റ് ചെയ്ത കുട്ടികളാണ് ഇവരെല്ലാവരും. അപ്പോൾ അവർക്ക് വലിയൊരു ഇവരിന്ന് സന്തോഷിക്കുന്നത് ഇപ്പോഴാണ്, ചിരിക്കുന്നത്, മനസ്സ് തുറന്ന് ചിരിക്കുന്നതൊക്കെ ഇപ്പോഴാണ്. ആ അതിജീവന കഥ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രൗഢമായ ഉദ്ഘാടന വേദിയിലെത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. ഋഷിക, അഞ്ചൽ, വൈഗ, ശിവപ്രിയ, അശ്വിനി, സാധിക വെള്ളാർമല ഹൈസ്കൂളിലെ കുട്ടികളാണ്. ആഷു പറഞ്ഞ പോലെ സങ്കടമൊക്കെ മാറി തുടങ്ങിയോ? കുഴപ്പമില്ലാണ്ട് പോകുന്നു. എന്നാലും സാർമാരൊക്കെ കൂടെ വെക്കുമ്പോൾ ഒരു കരുതലായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ 10 ദിവസമായിട്ട് പ്രാക്ടീസിലാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ സബ് ജില്ലയിലും കളിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങളെല്ലാം പഠിച്ചെടുത്തു. അവിടെ നടന്ന ഓരോരോ കാര്യങ്ങളും സ്കൂളിൻ്റെ നിർമ്മാണം മുതലുള്ള ഓരോ കാര്യങ്ങളുമാണ് ആ പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. മുഖത്ത് ചായം പൂശി സ്കൂൾ യൂണിഫോം പോലുള്ള വേഷമണിഞ്ഞ ഇന്നവർ ചിലങ്ക കെട്ടിയത് സ്വന്തം കഥ പറയാൻ. നിത്യേന ചെവിയിലലയ്ക്കുന്ന മല പൊട്ടുന്ന ശബ്ദത്തിന്റെ കഥ, പാറകൾ കൂട്ടിമുട്ടുന്ന, മരങ്ങളും ശിഖരങ്ങളും പരസ്പരം ഉരയുന്ന, കാതടിപ്പിക്കുന്ന നിലവിളി ശബ്ദത്തിന്റെ കഥ. ചുരുങ്ങിയ സമയം കൊണ്ട് അനിൽ മാഷ് കുട്ടികളെ നൃത്തം പഠിപ്പിച്ചു. ഇവർ പിരിഞ്ഞ് കൈവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നാണ് പറയുന്നത്. അച്ഛനെ കാണാൻ അച്ഛനൊരു വഴിക്ക് അങ്ങോട്ടോടും, അമ്മ ഒരു വഴിക്ക് വേറെ വഴിക്കോടും, മക്കൾ വരെ ഒറ്റയ്ക്കാവുന്നു, തമ്മിൽ കൈ പിടിച്ചു. അതൊക്കെ ഞാനിതിൽ ഈ കമ്പോസ് ചെയ്ത നൃത്തത്തിൽ ഞാനതിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ നിലക്ക് കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി. സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന സദസ്സ് നിറഞ്ഞ കയ്യടിയോടെ വെള്ളാർമലയെ നെഞ്ചേറ്റി. ഉണ്ണിമാഷു വീണ്ടും ഹൃദയം നിറഞ്ഞു പാടുകയാണ്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ, കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, നാടിനുയിരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി. നെഞ്ചു പിളർന്ന മുണ്ടക്കയുടെയും ചൂരൽമലയുടെയും വെള്ളാർമല സ്കൂളിന്റെയും ഒക്കെ തിരിച്ചുവരവ് എല്ലാം നഷ്ടപ്പെട്ട ജനതയുടെ ഒന്നാകെയുള്ള അതിജീവനത്തിന്റെ പ്രതീകമാകുന്നു. ഹൃദയം നിറയുന്നു. രാജ്കിരണിനും അനൂപിനും വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്കുമൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. തളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽമലയിൽ ഒരക്ഷര കൂടാരം,
തളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാ.